ഹൈസാബിയുടെ ഫസ്റ്റ് ഫോട്ടോ സെഷനാണ്. അപ്പോൾ ഹൈസാബിയും ഷാസുക്കായും ഒരുക്കിയൊക്കെ വിട്ടതിന് ശേഷം കാണാം. ഹൈസാബിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എടുക്കുന്നുണ്ട്, ഷോർട്സ് ആയിട്ട് ഇടാം. പിന്നെ ഹൈസാബി പോകുന്ന കുറച്ച് ക്ലിപ്സൊക്കെ കാണിച്ചിട്ട് ഞാൻ പിന്നെ വരാം. ഹൈസാബിയുടെ ഫസ്റ്റ് ക്ലാസ് ഫോട്ടോ സെഷനാണ്. പോയിട്ട് വാ, ബായ് പറ. ബായ് ഹൈസ. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഹൈസാബി പോയി. ഇന്ന് ഫ്രൈഡേ ആണ്, ജുമാ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. മട്ടനൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി കഴുകി ബിരിയാണി വയ്ക്കണം. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഷാസുക്കായും ഹൈസാബിയും പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത്. ആമി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് പിന്നെ ചിക്കൻ കറി. ഇവിടെ ബിരിയാണിയുടെ കുക്കിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ തക്കാളി. ഇവിടെ മട്ടൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ആമിയുണ്ട്. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചോറ്. നമുക്ക് ഇതൊക്കെ ശരിയായിട്ട് കാണാം. ഷാസുക്ക, ബിരിയാണി ഇഷ്ടപ്പെട്ടോ? വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണോ? ഹലോ. ഇന്നലെ രാത്രി പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എണ്ണീറ്റ് കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഷാസൊക്കെ വന്നു. പിന്നെ അതുപോലെ അങ്ങനെ കിടന്നു. പിന്നെ അപ്പോൾ ഇന്നും കൂടെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ എണ്ണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഒരു 9:15 ഒക്കെ ആയിപ്പോൾ. അപ്പോൾ ഹൈസയ്ക്ക് ലീവാണിന്ന്. ഇന്ന് സാറ്റർഡേ ആണല്ലോ. അപ്പം ഹൈസാബിയും ഞാനും ആമിയും കൂടെ ഷാസൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഒരു ഔട്ടിങ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ. നമ്മളിപ്പോൾ സെലക്സ് മോളിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെയും വെയിറ്റ് ചെയ്യുന്നതല്ല. ഇനി റിലയൻസിൽ പോയി കുറച്ച് ഗ്രോസറി ഷോപ്പിങ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഡിന്നർ ഉണ്ടാക്കുകയാണ്. ലേറ്റായിട്ടാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്. ഇന്ന് മാഗി വിത്ത് റോൾഡ് എഗ്, കൊറിയക്കാരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പാൻ ഞാൻ
തായ്ലൻഡ് പോയപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ അതിൽ ഇന്ന് ഫസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കുക. ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ കാണിക്കാൻ. ഇപ്പോൾ ഫ്ലോപ്പല്ല, ഏകദേശം റെഡിയായി, അതുകൊണ്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു റിയൽ ഡേ ഇൻ അവർ ലൈഫ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോയെക്കുറിച്ചുള്ള സജഷൻസൊക്കെ കമൻസിലൂടെ അറിയിക്കൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.